ഇൻവൈറ്റ് ചെയ്യാം. അനിൽ സാർ, അനിൽ എൻജെ കടുംപുത്തൻ STC ലീഡറാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം STC റാങ്കിലേക്ക് ഇടിച്ച് പറന്ന് കയറി വന്നത്. ഇതുപോലെ തന്നെ തെങ്ങിനും ജാതിക്കും റംബൂട്ടനും ഏലത്തിനും ഒക്കെ റിസൾട്ട് ഉള്ള വ്യക്തിത്വമാണ്. സാറിന് വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാം. സാർ പ്ലീസ്. അനിൽ സാർ. താങ്ക് യു ജനേഷ് സാർ. താങ്ക് യു സാറ്. നമ്മുടെ അഗ്രികൾച്ചറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വിളിച്ച ജനേഷ് സാറിന് പ്രത്യേകം നന്ദി. എന്റെ പേര് അനിൽ, സ്ഥലം മൂവാറ്റുപുഴയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ അഗ്രോ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി റിസൾട്ടുകളാണ്. അപ്പോൾ അമേസിംഗ് റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഒരു വീട്ടിൽ കിട്ടിയ റിസൾട്ട് തുടങ്ങാം. ഞാന് എന്റെ വീട് റോഡ് സൈഡാണ്. റോഡ് സൈഡില് കുറച്ച് ഇങ്ങനെ കുറച്ച് ഒരു 6 മീറ്റർ 7 മീറ്റർ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ശകലം കുറച്ച് സ്ഥലം ഞാൻ ചുമ്മാ കുറച്ച് ഇഞ്ചി വിത്തൊന്നും പറയാനില്ല, കുറച്ച് ഇഞ്ചി വാങ്ങിച്ചിട്ട് മുളച്ചു. അത് കൊണ്ട് ചുമ്മാ കുഴിച്ചിട്ടായിരുന്നു തുമ്പൂർത്തി. അപ്പൊ ഞാൻ ഇട്ടപ്പോ മുളച്ചു വന്നപ്പോഴാണ് ഞാൻ ഈ നമ്മുടെ ഭൂവസ്ത്രം കൊണ്ട് കയറുന്നത്. ഞാൻ ഭൂവസ്ത്രം ഇട്ടു. സംഗതി ഇഞ്ചി അത്യാവശ്യം നന്നായിട്ട് കയറി പോന്നു. അതിനുശേഷം പിന്നെ ഇത് ശരിക്കും മറന്നു തുടങ്ങി. അപ്പൊ ഞാൻ ഗ്രോ മാജിക് വെറുതെ MI സ്പ്രേ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഗ്രോ മാജിക് മാത്രം ശരിക്കും ഒരു അത്ര നമ്മളാ പറയുന്ന രീതിയിൽ 1 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിന് 3 ലിറ്റർ കൂമ്പിക്കട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു മാസം കൂടുമ്പോ ഒഴിക്കാൻ 3 മാസം. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇഞ്ചി ഈ മറ്റേ നമ്മുടെ ഹൈറേഞ്ചറിക്ക് ഏലത്തോട്ടത്തിന് ചിമ്പടിക്കുക എന്ന് പറഞ്ഞ സംഗതിയല്ലോ, നിക്കണില്ല. ചിമ്പടിച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇഞ്ചി ചോട് പറിച്ച് ഏകദേശം 1.5 കിലോ 2 കിലോ ഇഞ്ചി ഉണ്ട്. സംഗതി ഒരു ഭാഗം മൊത്തം ഇഞ്ചിയാ. ഓരോ ഭാഗം ഞാൻ സംഗതി അതും അയൽക്കാർക്കൊക്കെ സംഗതി കുറച്ച് കൊടുത്തിടും. ഇഞ്ചി ഇങ്ങനെ ഇന്ന സാധനം ഇട്ട് നട്ടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തു. അപ്പൊ അതുപോലെ ഭയങ്കര ചുമ്മാ ഇഞ്ചി വിത്തല്ല സംഗതി, അത് ചുമ്മാ ഇവിടെ കിടന്ന് മുളച്ച് ഇഞ്ചി പറിച്ചാട്ടാ. അപ്പൊ ഇഞ്ചി വിത്ത നട്ടെങ്കിലോ അങ്ങനെ ചാണപ്പാലിലൊക്കെ മുക്കി നല്ല ഇഞ്ചി വിത്ത നടണമെങ്കിൽ അപ്പൊ എന്തായിരിക്കും വിളവ്. അത്രയ്ക്ക് അമേസിംഗ് റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ വേറെ ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ തെങ്ങിന് വീടിന്റെ അടുത്തുള്ള അത് റോഡ് സൈഡിൽ തന്നെയാ നിൽക്കുന്ന തെങ്ങ്. ഈ തേങ്ങ 2 തേങ്ങ അത്രയ്ക്ക് കൂടുതൽ ഉണ്ടാവണില്ല. അപ്പൊ ഞാന് അതിന്റെ ചോട് ശരിക്കും ഒന്ന് വാങ്ങഞ്ഞു. ഞാൻ അത്യാവശ്യം കൃഷിക്കാരനാണ്, കൃഷി അറിയാവുന്ന ഒരാളെ. ഞാൻ ചോട് ശരിക്കും വാങ്ങഞ്ഞിട്ട് ആ വേര് പൊട്ടിച്ചത് വേര് കാണാവുന്ന രീതിയിൽ മണ്ണ് മാറ്റണം. ശരിക്കും കൂടെ മണ്ണ് വകഞ്ഞു വെക്കണം. വകഞ്ഞു വെച്ചതിന് ശേഷം നമ്മുടെ ഭൂവസ്ത്രം ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ അസ്ത്രം എന്ന് പറയുമ്പോഴല്ല, ഭൂമിയിലേക്ക് അസ്ത്രം ചെയ്യാന്ന് പറയുന്നത്. അസ്ത്രം അല്ലേ, നമ്മൾ അസ്ത്രം പറഞ്ഞില്ലേ, അസ്ത്രം തൊഴിയണം എന്ന് പറഞ്ഞില്ല. അങ്ങനെ അസ്ത്രം ചെയ്ത് കഴിയുമ്പോഴല്ലോ മണ്ണിൽ എന്ത് കീടങ്ങളുണ്ടെങ്കിലും മണ്ണിലെ നിലനിർത്തും. അത് നമുക്ക് ആവശ്യമുള്ള മറ്റുള്ള 500ഓളം കീടങ്ങൾ ഭൂമിയില്ല, എല്ലാം അങ്ങനെയല്ലോ പമ്പടക്കും. അത്രയ്ക്ക് സൂപ്പർ സാധനം അത്. ആ കീടങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വേരില്ല തെങ്ങ ഇവിടെ ഏതാ കിട അതിന്റെ വേര് സ്മൂത്തായിട്ട് പായും. വെള്ളവേര്. ആ വെള്ളവേര് പോയി കഴിഞ്ഞാൽ മണ്ണിൽ നിന്നുള്ള വളം വലിക്കും. വളം വലിച്ച് മുകളിലേക്ക് കൊടുത്താലോ ന്യൂട്രീഷൻ കിട്ടും, തെങ്ങിന് ന്യൂട്രീഷൻ കിട്ടും. അല്ലെങ്കിൽ എന്താ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി മനുഷ്യ മാത്രമല്ല, നമ്മള് ഈ പറഞ്ഞ കാർഷിക വിളകൾക്കും ഇതുണ്ട്. അതിന് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല, ഒരു പ്രയോജനമില്ല. അപ്പൊ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വേണം. മണ്ണിൽ നിന്ന് മണ്ണിൻ്റെതായിട്ടുള്ള നല്ല ഘടകങ്ങൾ വലിച്ചെടുക്കണം. അപ്പൊ അതിന് ഏറ്റവും മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഭൂവസ്ത്രം. അത്രയ്ക്ക് അമേസത്തിലാണ്. അപ്പൊ ഞാൻ ആ ഭൂവസ്ത്രം ഇട്ടു. ആ തെങ്ങ് ഒരു 2 മാസം 3 മാസം ആയിപ്പിക്കും. ആ തെങ്ങിലേക്ക് ഒരു 15 തേങ്ങ ഒരു കടയില്. എനിക്കത് ചിരിക്കാൻ വയ്യ. 15 തേങ്ങ. ഞാൻ സംഗതി അപ്പൊ കുറ്റിക്കൊല പറയും, പക്ഷെ നെല്ല് കൊലക്ക് നീളമില്ല, കുറ്റിക്കൊല. ഇത് കുറ്റിക്കൊല കണ്ട് ഒടിയൊന്നും ഇല്ലാന്ന് വിചാരിച്ചു. അതിനുശേഷം വേറൊരു കൊല ഉണ്ടായി, അത് 14. അപ്പുറത്തെ കൊല ഉണ്ടായി 13. അങ്ങനെ അടുത്തടുത്ത കൊലകളിലൊക്കെ തേങ്ങ ഉണ്ടാവുക. ഭാഗ്യവശാല് സംഗതി ഞാൻ റോഡ് സൈഡാണല്ലോ. റോഡ് സൈഡ് ആകുമ്പോ എല്ലാവരും തെങ്ങിലേക്ക് നോക്കിയാ പോണത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു കരിക്ക ഒരാഴ്ച കഴിഞ്ഞാൽ അത് കരിക്കാം. ആ ഒരാഴ്ച കഴിയുമ്പോ കൊല രാവിലെ ഇവിടെ കോന്ന് സൗണ്ട് കേട്ട് ചെന്ന് നോക്കിയപ്പോ ആ 15 തേങ്ങ പൊട്ടിക്കിടക്കാം. വിട്ട് നോക്കിയപ്പോ കരിക്ക് ചെറിയ കരിക്കായിട്ടുണ്ട്. വെള്ളത്തിന് നല്ല ടേസ്റ്റ് കിട്ടോ, കരിക്ക് ആവണുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമായി പോയി. അത് കൊല കെട്ടേക്കാറുണ്ട്, കയറ് വാങ്ങിച്ച് കെട്ടേക്കാറെന്ന് മനസ്സിൽ വിചാരിച്ച. പക്ഷെ ഈ തോടിക്കടെ പോയ ആൾക്കാർ നോക്കണേക്കാരും കൂടുതൽ ഞാൻ നോക്കി. എന്റെ കണ്ണു തന്നെ കിട്ടി എനിക്ക് തോന്നുന്നു.
എന്റെ കണ്ട തന്നെ കൊല കിട്ടിയ സംശയമുണ്ട്. എന്തായാലും ആ കൊല പോയി. പിന്നത്തെ 2 കൊല 13 14 തേങ്ങയുള്ള കൊല ഞാൻ സംഗതി കയറ് വാങ്ങിച്ച് കെട്ടി. ആ കൊല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. കണ്ടോ ആ കൊല തേങ്ങ കെട്ടിവെച്ചേക്കാം. എന്നിട്ട് ഞാനല്ലോ എനിക്ക് പേടിയെ കൊണ്ട് സ്റ്റേ കൊടുത്തേക്കാം. ഒരു പോല് ചൊറുതാണ്ടോ പോലെ ഒരു പ്രാവശ്യം ഒടിയെന്നുള്ള മനസ്സില്. അപ്പൊ നമുക്ക് ഒരുപാട് പഠിച്ചാൽ പോയില്ല. സംഗതി മറ്റേ പൂച്ച ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടും പേടിക്കുന്ന പോലെ ഞാൻ എനിക്ക് ഭയം കൂടി. അങ്ങനെ കൊല കെട്ടിയിട്ട് ഞാൻ പിന്നെ പോലീസ് താങ്ങി കൊടുത്തു. ഒരു പ്രാവശ്യം ഒടിയരുത്. അപ്പൊ നമ്മുടെ തെങ്ങിന്റെ ഒക്കെ റിസൾട്ട് അമേസിംഗ് റിസൾട്ടാണ്. അതുപോലെ ഏത് ഉൽപ്പന്നം പിന്നെ നെൽകൃഷിക്കുണ്ടല്ലോ 100-ൽ 100 മേനയാണ്. നമ്മുടെ ഭൂവസ്ത്രം ഇട്ടിട്ടുള്ളൂ സംഗതി. എന്താ പറയാ, പാട് ഉഴുത് കഴിയുമ്പോ നമ്മ ആ ഒരു 2 ദിവസം ആ മണ്ണ്, ആ ചെളിയൊക്കെ മണ്ണും ആ പുല്ലൊക്കെ അങ്ങോട്ട് ശരിക്കും ചീഞ്ഞതിന് ശേഷം നമ്മുടെ ഭൂവസ്ത്രം അങ്ങോട്ട് കൊടുക്കണം. കുറച്ച് വെള്ളത്തിൽ ഭൂക്കണം. എന്നിട്ട് വെള്ളം പൊളിച്ചു വിടും ചെയ്യരുത്. അതിനുശേഷം നമ്മൾ വിത്താണ് വിത്ത്, അല്ലെങ്കിൽ ഞാറാണ് ഞാറ് നടുക. നട്ടതിന് ശേഷം ഒരു 18 ദിവസം 20 ദിവസം കഴിയുമ്പോ രോമാജിക്കും MI സ്പ്രേയും കൂടി അടിച്ചു കൊടുക്കും. ഒരു 18 ദിവസം 20 ദിവസം. പിന്നെ 1 മാസം വീണ്ടും അടിക്കണം. പിന്നെ അപ്പേക്കും സംഗതി ഇതൊക്കെ സംഗതി പഴുത് വരും, കതിര് വരും. കതിര് വരുമ്പോൾ വീണ്ടും 1 പ്രാവശ്യം അടിക്കണം. ഈ അടിച്ചാൽ ഗുണം വെച്ചിട്ടുണ്ടെങ്കിലേ, അന്നേരം അടിച്ചിട്ടുണ്ടെങ്കിൽ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MI സ്പ്രേ സംഗതി പശയാണ്. ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചായ സാധനങ്ങളൊന്നും തൊടൂലായിരുന്നു, തൊടാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നെല്ലുണ്ടല്ലോ, ഞാൻ മാറാടിയില് മാറാടി കോട്ടയം അങ്ങനെ പോകും. മാറാടിയില് ഞാൻ സംഗതി ഒരു ഏക്കറിലേക്ക് കൃഷി ചെയ്തിട്ട് സ്വർണം, ആ പ്രാർഥന വീട് എന്റെ കിടപ്പുണ്ട്. ആ സ്വർണ്ണ 100 മേലെ 11 സംഭവം ഉണ്ടായില്ല. തൊട്ടടുത്തുള്ള പാടങ്ങളിലൊക്കെ ഉണ്ടോ, പകുതിക്ക് പോയിട്ട് കാണുമ്പോൾ കിട്ടില്ല. അതെല്ലാം വന്ന് നോക്കാം. അതിന് ഒത്തിരി പൊങ്ങിയിട്ടൊന്നുമില്ല, ഒരു മീഡിയം ലെവലിൽ പൊങ്ങിയിട്ടുണ്ട്. അല്ല, അതിന് വീട് എന്റെ കിടപ്പുണ്ട്. അപ്പൊ അത്രയ്ക്ക് അമേസിംഗ് റിസൾട്ട് ആണ് നമ്മുടെ നെൽകൃഷിക്കുള്ളൂ. അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്താണ്ടല്ലോ 100-ൽ 100% റിസൾട്ടാണ്. ഇനി ഉള്ള റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലത്തിന് ഹൈ റേഞ്ച് കട്ടപ്പന. അത് എന്റെ ഒരു അസോസിയേറ്റ് മുഖേനാണ്, സിബി എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് വാഴപ്പിലുള്ള പുള്ളിക്കാരുടെ വീട് അവിടെയാണ്, കട്ടപ്പനാണ്. അങ്ങനെ അവിടെ പോയി ഏലത്തിന് ഉത്തരം ചെയ്തിട്ടുണ്ട്. 15 ചെടിക്ക് ചെയ്തു. 15 ചെടി മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്തത്. അപ്പൊ ആദ്യം നമ്മൾ ഇട്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏലം അപ്പുറത്ത് കായൊന്നുമില്ല, മൊത്തം സംഗതി രാസവളമൊക്കെ. ഈ രാസവളം വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറേഞ്ച് മേഖല വെച്ചിട്ടുണ്ടെങ്കിലേ രാസവളത്തിന് ഏർപ്പാട് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ കച്ചവടക്കാരല്ലോ, ഈ രാസവള കച്ചവടക്കാരൻ വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തേക്കുള്ള വളം അങ്ങോട്ട് ചുമ്മാ കൊടുക്കുന്നല്ല, കടായിട്ട് കൊടുക്കും. പിറ്റത്തെ വിളവ് കിട്ടുമ്പോഴാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമെന്നുണ്ടെങ്കിൽ അവിടെ സംഗതി അവർക്ക് പൈസ കൊടുക്കില്ലല്ലോ. അവരാ വിളവെടുക്കുമ്പോ കൊണ്ട് കാശ് കൊടുക്കും, വീണ്ടും വളം വാങ്ങും. അങ്ങനെ ഒരു സിസ്റ്റമാണ് അവിടെ. ഞാൻ സംഗതി അവിടെ ചെന്ന് സംസാരിച്ച് 15 ഏലത്തിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു. അവിടെ ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ബൂസറ മഴയുള്ള സമയത്താ ബൂസറ അതിന്റെ ചുവട്ടിലേക്ക് ഒരു 60 ഗ്രാം ബൂസറ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചോട ചിമ്പുണ്ട്, ഇട്ട് കൊടുത്തു. ഒരു 25 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോഴല്ലോ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ചിമ്പൊക്കെ ധാരാളം ചിമ്പടിച്ചു നിൽക്കുന്നു. അതല്ല ശരത്തിനും നീളം ഭയങ്കര ശരത്തിനും നീളം. അമേസിംഗ് റിസൾട്ട്. ഞാൻ ഞെട്ടിപ്പോ ഇതെന്ത് അത്ഭുതം സംഭവിച്ചെന്ന്. അപ്പൊ അത്രയ്ക്ക് അത് ആ പക്ക റിസൾട്ട്. അപ്പൊ പിന്നീടല്ലോ അവിടെ ഒരു 2-3 ചെടിക്ക് പഴുപ്പ് ഇങ്ങനെ മഞ്ഞപ്പ എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ 2-3 ചെടി പറിച്ചു കഴിയുമ്പോൾ ഞങ്ങള് ഇത് നിങ്ങളിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ ഒന്ന് പരീക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മുടെ MI പ്രൗഡും MI സ്പ്രേയും നല്ല ക്ലീൻ ചെയ്ത് നല്ല അതിന്റെ ഉണങ്ങി പോയ പാകവും പഴുത്തരൊക്കെ കളഞ്ഞിട്ട് നല്ല ചോടൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം MI പ്രൗഡും MI സ്പ്രേയും കൂടി മിക്സ്, ഇത്ര ആ ഒരു റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും. ബൂസർ ഇട്ടാണ് പറഞ്ഞത്, ബൂസർ ഇട്ടിട്ടുണ്ട്. കൂടാണ്ട് നമ്മുടെ MI പ്രൗഡും MI സ്പ്രേയോടെ ഒഴിച്ചും കൊടുക്കും. 25 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ ചേർന്ന് ഞാനും പോകുമ്പോ ഞാനിട്ട് സജിനമാടുണ്ട് ഞങ്ങൾക്ക് ഒരു ടീമായിട്ട് വേണം പോകുന്നത്. ആ മഞ്ഞപ്പ് പോയിട്ട് പച്ചപ്പായി, അതിനും ചിമ്പടിച്ചു തുടങ്ങി. ചിമ്പടിച്ചു ശരം വന്നു. അപ്പൊ ഈ MI പ്രൗഡ് പഴുപ്പ് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടോ,
ഏറ്റവും സൂപ്പർ സാധനം. ഇനി ഉള്ള സ്ഥലത്തിന് ജാതിക്ക. അത് ഞാനിവിടെ ഇവിടെ കോതമംഗലം തൃക്കാരൂർ ഒരാൾക്ക് കൊടുത്ത ജാതിക്ക് കൊടുത്ത സ്ഥലത്ത് പുള്ളി ഒരു ജാതി ഭ്രാന്തൻ എന്ന് പറയാം. ജാതിക്ക് പുള്ളി ജാതി വെച്ചിട്ടുണ്ടെങ്കിൽ മതമായിട്ടല്ല കേട്ടോ. ജാതി 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 പുള്ളിയെ കുടിക്കാത്ത മൊത്തം ജാതിയാ. അപ്പൊ ജാതി ഒരു 30-40 ജാതി ഉണ്ട്. പുള്ളി കഴിഞ്ഞ പക്ഷെ നല്ല ഉണക്ക് കണ്ടമാനം ഉണക്ക് വന്നിട്ടുണ്ടോ. ഈ ജാതി അങ്ങോട്ട് ഉണങ്ങിപ്പോയിട്ട് മുഴമന്നി എന്ന് പറയുന്നത്, മുഴമന്നി പിള്ളേരെ കൊലയൊക്കെ മുഴമന്നി തുണി കണ്ടിക്കണ പോലെ ഒരു ഇലയിലൊന്നുമില്ല കരിഞ്ഞ് കുത്തി നിൽക്കുക. അപ്പോഴാണ് എന്റെ ഒരു അസോസിയേറ്റ് രാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ, അയക്കാടുള്ള രാജൻ, AK രാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ അവര് പുള്ളി ഈ കെട്ടിട തൊഴിലാളിയൊക്കെയാണ്. അപ്പൊ അവിടെ പോയി ഒരുപാട് തൊഴുത്തും അങ്ങനെ പണിത വീടും പണിത് ഒത്തിരി ഇതുണ്ട് പരിചയം അവര്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഒരാള് ഇത് സംഭവം ഉണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ട്, ഇതൊന്നും ചെയ്തു നോക്കുക, ഇത്തിരി റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ കുണ്ടാന്ന് അങ്ങനെ എന്തേലും അവിടെ കുണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോസറയും ഗുലാമാജിക്കും ശരിക്കും മിക്സ് ചെയ്തിട്ട് ആ റേഷ്യോയിൽ ഒരു 60 ഗ്രാം വെച്ച് ഓരോ ചൂടിലെ കരിയിലൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നനയ്ക്കണം. ചൂട് സമയം ശരിക്കും നനച്ചാൽ മതി. നന കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനം കിട്ടില്ല. കാരണം നമ്മുടെ പങ്കുചൊല്ലുവാനും പല പക്കയായിട്ട് പറഞ്ഞു ഇതിനെ കുറച്ച് കാര്യങ്ങൾ. ഈ സംഭവം നമ്മളിപ്പോ നമ്മുടെ എലിമെന്റ് സെൽസിന് വെൽനസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാലും വെള്ളം വേണം. വെള്ളം ചെന്നില്ലെങ്കിൽ വയറുണങ്ങി പോകും. അണ്ട് അപ്പി പോയില്ല മറ്റോ ഇല്ല ഉണങ്ങി പോയി എനിക്ക് അതാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെള്ളം ചെന്നാലാണ് സംഭവം കൃത്യമായി ഡൈലൂഷൻ നടക്കുള്ളൂ, കൃത്യമായിട്ട് അത് ബ്ലഡിൽ കൂടി അത് ആക്ട് ചെയ്യുള്ളൂ, അതിനുശേഷം കിഡ്നിയിൽ പോയിട്ട് അരിക്കുള്ളൂ. അതൊക്കെ ചെയ്യണമെങ്കിൽ വെള്ളം വേണം. ഇത് മനസ്സിലാക്കാണ്ട് സംഗതി കുറച്ച് ഗുളിക എടുത്ത് വായിച്ചിട്ട് വന്നിട്ട് വെള്ളം കുടിക്കാണ്ടിരുന്നെങ്കിൽ വയറുണങ്ങിപ്പോ എനിക്ക് വയറുവേദന മറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ന് പറയുന്ന പോലെ നമ്മുടെ അഗ്രോ പ്രൊഡക്റ്റും ഇടുമ്പോൾ കൃത്യമായിട്ട് വെള്ളം വേണം. ഇത് എക്സ്ട്രാക്റ്റിനാ, എസൻസ് പവർഫുൾ ആണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പങ്കുചേരുക എനിക്ക് അത്ര ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. ഈ പറഞ്ഞ വേപ്പിൻ പിണ്ണാക്കിനെ കുറിച്ചോ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വിശദമായിട്ട് അത്ര അറിയാൻ പാടില്ല. എന്നാലും പങ്കുചേരാതെ നല്ല സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതിനെ കൂടുതൽ പറയുന്നു അങ്ങനെ പറഞ്ഞു ഇതില്ല. എന്തായാലും എനിവേ നമ്മുടെ ഉൽപ്പന്നങ്ങള് ഉപയോഗിച്ചത് ഭൂവസ്ത്രങ്ങൾ നമ്മൾക്ക് ഉപയോഗിച്ച് 2-ാം മാസം ഞാനിപ്പോ വേലു എന്ന് പറഞ്ഞ ചേട്ടന്റെ പേര് കൃത്യമായിട്ട് വെള്ളം അപ്പൊ ഇഷ്ടംപോലെ വെള്ളം പമ്പുണ്ട്, ഒരു കുഴപ്പമില്ല. ആടി പുള്ളി പറഞ്ഞവരെ എന്നെ കേട്ടു, അനുസരിച്ച് ചെയ്തു. 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇല കിളിക്കാൻ തുടങ്ങി, പച്ചപ്പ് വരാൻ തുടങ്ങി. ആ കരിഞ്ഞു പോയ സംഗതി പച്ചപ്പ് വരാൻ തുടങ്ങി. ഞങ്ങൾ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ടയോടെ അപ്ലൈ ചെയ്ത് വീണ്ടും ശരിക്കും ഒന്നോടെ പൊഴുത്തു, ശരിക്കും ഇലയൊക്കെ വന്നു. 3-ാം മാസം 4-ാം മാസമായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഈ പിന്നെ ഗ്രോമാജിക്കും പിന്നെ ഒലീഫും കൂടി ഞങ്ങൾ അടിച്ചു കൊടുക്കും. പമ്പ് വെച്ചിട്ട് നല്ല ഹൈ പവർ പമ്പ് വെച്ചിട്ട് അടിച്ചു കൊടുക്കും. അങ്ങനെ സൂപ്പറായിട്ട് അടിപൊളി കായ് മാറി. ജാതി ഇപ്പൊ നോക്കണം വ്യക്തമായിട്ട് ആ സ്പോട്ടിൽ പോയി ജാതി നല്ല സൂപ്പറായിട്ട് ഇരിക്കണം. കായുണ്ട്, കായ്ക്ക് കുറച്ച് നല്ല കായ കിട്ടി, പുള്ളി നല്ല കായ കിട്ടി. അപ്പൊ അത്രയ്ക്ക് അമേസിങ് വിളവുകളാണ്. നമ്മുടെ കർഷകർ ചുമ്മാ ഈ രാസവളങ്ങൾ വാങ്ങിച്ചിട്ട് വെറുതെ ഭൂമിയിലെ മണ്ണ് നശിപ്പിച്ചു കളയാണ് രാസവളങ്ങൾ. ദൈവത്തെ ഓർത്ത് രാസവളങ്ങൾ വാങ്ങിച്ചിട്ട് നശിപ്പിച്ചു കളയാണ്. നമ്മള് ഈ MLXL മാർക്കറ്റിംഗ് ഗ്ലോബൽ എന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്ന നമ്മള് ഈ ഒരു അഗ്രോ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ അവരും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. ശരിയല്ലേ? അപ്പൊ അതൊന്ന് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവുന്ന ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു അനിൽ സാർ. എന്തായാലും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മളിലേക്ക് അല്ലെ ഏലത്തിനും അതുപോലെ തന്നെ തെങ്ങിനും അതുപോലെ തന്നെ ജാതിക്കയ്ക്കും ഒക്കെ കിട്ടിയ റിസൾട്ടുകൾ നമ്മളിലേക്ക് പറഞ്ഞു. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് നമുക്ക് തലയോലപ്പുറം സ്വദേശിയായ ബഹുമാനപ്പെട്ട കുര്യൻ സാർ അല്ലെ, ചക്കൊക്കെ കിട്ടിയ റിസൾട്ടുകൾ ധാരാളമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മളിലേക്ക് ഷെയർ ചെയ്യും. കുര്യൻ സാർ. നമസ്കാരം സാറേ. നമസ്കാരം. പറഞ്ഞോളൂ സാറേ, കേൾക്കാം. എന്റെ പേര് കുര്യൻ എന്നാണ്. ഞാൻ ഇവിടെ പെരുവ എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് നമ്മുടെ രമേഷ് പിഷാരിയുടെ വീടിന്റെ തൊട്ടടുത്താണ്. ഞങ്ങൾ അയലോക്കാണ്, തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഒരു സ്ഥലം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. നേരത്തെ ഞാൻ തലയോലപ്പറമ്പിലാണ് താമസിച്ചിരുന്നത്. അപ്പം അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ ഒരു 6 വർഷം ആവുന്ന ഒരു വീട് വെച്ച് ഞാൻ ഇവിടെ പെരുവ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഈ 2-3 വർഷത്തോളം ആകുന്നു നമ്മുടെ
മൈ ലൈഫിന്റെ പിന്നെ വർക്കിലേക്ക് ഞാനും എന്റെ അനിയൻ റോയിയും കൂടിയാണ്. റോയി വന്നതിന് ശേഷം ഞാനും ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്, നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രോഡക്റ്റ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതും. ആ സമയത്ത് ഞാൻ ഇവിടെ ഒരു കഴിഞ്ഞ വർഷമാണ്, ഇപ്പം ഒരു 4-5 വർഷത്തിൽ താഴെയായിട്ട് ഞാൻ കുറച്ച് ഇവിടെ ഈ പറമ്പിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം ഞാൻ എല്ലാം മണ്ണൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ട് കുറച്ച് 2 പ്ലാവ്, 2 മാവ്, ഇങ്ങനെയൊക്കെയുള്ള പേരയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഈ പ്ലാവ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആദ്യമായി പെട്ടെന്ന് കായ്ക്കുന്ന ഒരു പ്ലാവുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വലിയ ഫാം നടത്തുന്ന എനിക്ക് വേണ്ടപ്പെട്ട ഒരാള്, ഞാൻ പോകുന്ന ചർച്ചിൽ തന്നെ ഞങ്ങളുടെ എൽഡറും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ അവിടുന്ന് ഏറ്റവും നല്ല ഇനം വിത്ത് തൈകളാണ് എനിക്ക് കൊണ്ടുവന്ന് തന്ന് ഞാനത് ഇവിടെ വെക്കുകയും ചെയ്ത്. അപ്പം ഒരു പ്ലാവിൽ നിന്ന് രണ്ടാമത്തെ വർഷം തന്നെ ആയപ്പോഴത്തേന് എന്റെ ഒരു 2 വിരലിന്റെ വണ്ണം ഉള്ളു പ്ലാവിന്. അപ്പൊ അത് ആ വർഷം തന്നെ അതിന് കായ ഉണ്ടാവുകയൊക്കെ ചക്ക ഉണ്ടായി. ഒരു 2 ചക്കയോളം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ഇത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ തന്നെയായിരുന്നു. അത് നിലത്ത് തന്നെയായി ചക്ക ഉണ്ടായിരുന്നത്. എന്നാലും അന്ന് ആ വർഷം അത് പറിച്ചു. രണ്ടാമത്തെ വർഷം പ്ലാവിൽ തന്നെ ഒരു ചക്ക ഉണ്ടായിട്ടൊരു എനിക്ക് തോന്നുന്നത് ഒരു 100 ചക്കയിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ അത് ഒത്തിരി ഇങ്ങനെ നമ്മളൊരു ആഞ്ഞിലിച്ചക്കയുടെ വലിപ്പം ആയുള്ളായിരുന്നു. അപ്പം മുമ്പ് അനിൽമാഷ് പറഞ്ഞ പോലെ ഈ എന്റെ കണ്ണാണോ മറ്റുള്ളവരുടെ കണ്ണാണോ എന്താണേലും ആ വർഷം ഒത്തിരി ചക്ക ഇങ്ങനെ ഉണ്ടായി കിടക്കണോ എന്ന് കഴിഞ്ഞപ്പോ വരുന്നവരും പോകണവരും ഒക്കെ, എനിക്ക് പ്രത്യേകിച്ച് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട്, തടിയുടെ വർഷം. ഞാൻ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം വീട്ടിൽ തന്നെയാണ് വലിയൊരു വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒത്തിരി ആളുകൾ മിക്കവാറും ഇവിടെ വരുവും കാണുകയും ഒക്കെ ചെയ്തു. എന്താണേലും ആ വർഷം ആ പ്ലാവ് ചക്കയും മൊത്തം ഉണങ്ങിപ്പോയി. ഒരെണ്ണം പോലും പിന്നെ അത് ആ പ്ലാവ് നഷ്ടപ്പെട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലാവ് നിൽക്കണത് ഇപ്പൊ ഒരു 4-5 വർഷത്തിന്റെ അടുത്തായിട്ട് പോലും അത് ഒരു ചക്ക പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇനി ഇത് തന്നത് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയായിരിക്കും എന്ന് ഓർത്ത് ഞാനത് വെട്ടിക്കളഞ്ഞാലോ എന്ന് വരെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. അന്നേരമാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് വരുന്നതും. ഞാൻ അതിനകത്ത് ഗ്രോ മാജിക്കും ഭൂവസ്ത്രയും കൂടിയിട്ട് റോയി പറഞ്ഞ് ചേട്ടാ ഇതൊന്ന് ഇട്ട് നോക്കാം നമുക്കെന്ന് പറഞ്ഞ്. അപ്പൊ ഈ 5 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ഒരു തിരി പോലും അത് ഉണ്ടായിട്ടില്ല. അപ്പൊ പല കാര്യങ്ങളും പലതും പറഞ്ഞ കേട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഞാനിങ്ങനെ തുണി നീരിനകത്ത് തുണിയൊക്കെ ചുറ്റി ഇങ്ങനെ പ്ലാവിനെ കളിയാക്കണ രീതിയിലൊക്കെ ചെയ്ത് വെച്ച് ഇങ്ങനെ ചുറ്റി വെച്ച ചക്ക ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാ ചുറ്റിയിട്ടാണെങ്കിലും ഇത്രയും നാൾക്കുള്ളിൽ ഒരു ചക്ക പോലും ഉണ്ടായില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇട്ടു. ഞാൻ ഒരു 50 ഗ്രാം ആണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടത്. ഇപ്പൊ ഇട്ടതിന് ശേഷം ഈ കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ ചക്ക ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ഏതാണ്ട് ഒരു 35-40 ഇടയ്ക്കുള്ള ഒരു ചക്ക മരത്തിൽ ആദ്യമായിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഓർത്ത് ഇത് മറ്റതുപോലെ ഇനി ഉണങ്ങി പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി ചക്ക ഉണ്ടായപ്പോഴത്തേന് എനിക്കൊരു വിഷമം. കാരണം മുന്നേ അനുഭവം ഉള്ളത് കൊണ്ട് ഇത് എങ്ങനെ ആയിത്തീരുമെന്ന് ഓർത്ത്. പക്ഷെ ഒരു ചക്ക പോലും പോയില്ല. ഈ ചക്ക ഉണ്ടായി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു അമിതമായ ഒരു വളർച്ചയാണ് പിന്നെ ചക്ക ഉണ്ടായിട്ട്. ചക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 10-15 കിലോ ഒക്കെയാണ് വരാറുള്ളത്. ഒരു ചക്ക പറിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാറുള്ളത്. ഇത് എനിക്കൊരു 30-35 ഇടയ്ക്ക് കിലോ ഭാരം വരുന്ന രീതിയിലുള്ള ചക്ക, എനിക്ക് വലിയ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പ്ലാൻ ചോട്ടിൽ തന്നെ അത് വെട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പുറത്തോട്ടൊന്നും എടുത്ത് മുറ്റത്തോട്ട് തന്നെ ഇടാൻ പറ്റത്തില്ല. അത്ര വെയിറ്റ് ഉള്ള രീതിയിൽ വലിയ ചക്കകളായിരുന്നു. അപ്പൊ അത് ഒരു 10-35 വലിയ ചക്കയാണ്. അത് ചക്കയാണെങ്കിൽ തന്നെ ഒരു ഇതിന്റെ ചുളയാണെങ്കിൽ റെഡ് കളറാ, നല്ല ചുമന്നിരിക്കും, നമുക്ക് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഒരു റിസൾട്ട് എനിക്കുണ്ടായി. അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മറ്റുള്ള വിൽക്കുകയൊന്നും ചെയ്തില്ല. എല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഞാൻ അത് കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് അമേരിക്ക വരെ എന്റെ വൈഫിന്റെ ചേച്ചിയുണ്ട്, അവർക്ക് വരെ അങ്ങോട്ട് കൊടുത്തു വിടുന്ന രീതിയിൽ ആ സാധനങ്ങൾ കൊടുത്തു വിട്ടു. അത്രയ്ക്കും നല്ല ഇതായിരുന്നു. എന്താണേലും വളരെ ഒരു റിസൾട്ട് ആ ഒരു കാര്യത്തിനകത്ത് ഉണ്ടായി. അതുപോലെ തന്നെ പിന്നെ എനിക്കുള്ളൊരു കാരണം റോയിയുടെ മോനും കൂടിയിട്ട്, റോയിയുടെ മോനും ഒരു ആർക്കിടെക്ട് ആണ്. അപ്പൊ അവൻ ഒരു ഹോട്ടലിൽ ഒരു ഡിസൈൻ ചെയ്യാനായിട്ടുള്ള അവരുടെ ഹോട്ടലിന്റെ വർക്കിന് വേണ്ടിയിട്ട് ഈ ഇടുക്കി ചെന്ന് പോയിട്ട് വന്ന വഴിക്ക് അവിടുന്ന് ആ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു നല്ല ഒരു ഏലത്തിന്റെ മോഡലിലുള്ള ഒരു ചെടിയാ. പക്ഷെ ആ ചെടി ഞാനത് എനിക്ക് റോയി കൊണ്ടുവന്ന് തന്നു. ഇതുപോലെ ഞാനൊരു വലിയ ഒരു ഇതിനകത്താണ് വെച്ചത്.
അതെല്ലാം നന്നായിട്ടൊക്കെ ചെയ്തു. പക്ഷെ ഇത്രയും നാളുകളായിട്ട് ഒരു 3 വർഷത്തിൽ കൂടുതലായിട്ട് അത് വെച്ചിട്ട് ഒരു പൂ പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇനി ഇത് വെറുതെ ഇലകൾ മാത്രമേ ഉള്ളായിരിക്കും, അതും ഇത് ഉണ്ടാവൂല്ലെന്ന് ഓർത്താണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഞാൻ ഒരു 6 മാസം മുമ്പ് ഞാൻ ഇതിനകത്ത് ഗ്രോ മാജിക്കും ഭൂവസ്ത്രയും കൂടിയിട്ട് ഞാൻ ആ ചെടിക്കും ഞാനത് ഒന്ന് പരീക്ഷിക്കുക, എന്താ ഇതിന്റെ റിസൾട്ട് കിട്ടണില്ലെന്ന് അറിയാമെന്നോർത്ത് ഞാൻ ഇട്ടതാണ്. അപ്പൊ ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പൂവാണ് അതിന്റെ അത് വന്നത്. അതായത് ഒരു 10,000 കൂടുതൽ ഇതളുകളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു വലിയ പൂ. അതായത് നമ്മുടെ കൈക്കകത്ത് ഫുള്ള് കൊള്ളുന്ന രീതിയിലുള്ള ഒരു വലിയ പൂവാ. അത് ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു മാസത്തിൽ കൂടുതൽ അത് നിൽക്കും. അത് നല്ല പിങ്ക് കളറാണ് അതിനകത്ത് ആ പൂ ഉണ്ടായിട്ട്. അപ്പൊ റോയി തന്നെ വന്നപ്പോഴത്തേനും അതിന്റെ റിസൾട്ട് കാണുകയും അതിനകത്തുനിന്ന് ഒരു 4-5 പൂക്കള് പിന്നെ ഒരു വലിയ താമസം ഇല്ലാത്ത രീതിയിൽ അതുണ്ടായി. അതിന്റെ ആ പൂ ഉണ്ടായാൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ മിനിമം ഒരു മാസത്തിൽ കൂടുതലെങ്കിലും ആ പൂ ഉണ്ടായി നിൽക്കും. അപ്പൊ അത്രയ്ക്കും നല്ലൊരു റിസൾട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റിനകത്ത് നിന്ന് എനിക്ക് കിട്ടി. പിന്നെ എനിക്കിപ്പോ ഒരു 5-6 തെങ്ങിൻ തൈ അപ്പുറത്ത് അടുത്തൊരു പറമ്പിൽ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാനിത് ഇട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ കുറച്ച് വാഴ വെച്ചപ്പോഴൊക്കെ അതിന്റെ ഇത് നന്നായിട്ട് ഒരു 10-30 ഗ്രാം വെച്ചിട്ടുള്ള രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ റിസൾട്ടിലേക്ക് വന്നില്ല. എന്താണേലും ഈ ഒരു കാര്യത്തിനകത്ത് അതുപോലെ മാവിന് ഞാൻ ഇട്ടായിരുന്നു. മാവും ഇഷ്ടംപോലെ എനിക്ക് നന്നായിട്ട് മാങ്ങ ഉണ്ടായി കിട്ടി. അതുപോലത്തെ എന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് ഒരു വീട് ഞാൻ തന്നെ പണിത് കൊടുത്തവര്, അത് ഡൽഹി ഹൈക്കോടതിയിൽ ജോലി ചെയ്യണവര്. അപ്പൊ അവര് ആ വീട്ടിലില്ല. പക്ഷെ ഞാനപ്പോ ഈ ഇത് കൊടുത്ത സമയത്ത് ഞാൻ തന്നെയാണ് ആ വീട് നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പൊ ഒരു പേര് അവിടെ ഞാൻ തന്നെ ഇതുപോലെ ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മേടിച്ചിട്ട് വന്നവർക്ക് പ്ലാവും മാവും ഇത് ഒക്കെ വെച്ച. അപ്പൊ അതിലൊരു പേരയ്ക്ക് ഞാനൊക്കെ അന്ന് ആ ചെടിക്ക് ഇട്ട സമയത്ത് ഇട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഉള്ള ഒരു സമയത്ത് അതിന്റെ പേരയ്ക്ക ഉണ്ടാകാൻ തുടങ്ങിയിട്ട് കൊച്ചു പേരയാ, ഒരു 2.5-3 വർഷം അടുത്തയാളുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ എനിക്ക് ഞങ്ങൾ ഈ ഒരു 100 പേരയ്ക്കെങ്കിലും ആ ഒരു പേരേന്ന് ഞങ്ങളിപ്പം പറിച്ചിട്ടുണ്ട്. കൂടാതെ കിളികൾ ഇഷ്ടം പോലെ വന്ന് ഒരു പഴുത്ത് വീണ് അത് മരത്തെ കിടന്നൊക്കെ ആയിട്ട് ഈ പേരയിൽ കിടന്ന് കിളി നിന്നിട്ട് ഞാൻ പറയുന്നത് നല്ലൊരു റിസൾട്ട് ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് അത് ഉണ്ടായി. അതിനകത്തും വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇത് കുറച്ചും കൂടി എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പിന്നെയും പഠിക്കണമെന്നുണ്ട്. അത് പഠിച്ച് അത് മറ്റുള്ളവരിലേക്കും കുറച്ച് എത്തിക്കണം. ഒത്തിരി ആളുകളോട് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ആ ഒരു കാര്യത്തിലേക്ക് എനിക്ക് നീക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഇച്ചിരി വീടിന്റെ പണിയായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എനിക്കത് അതിന്റെ തിരക്കിലായതുകൊണ്ട് എനിക്ക് മുഴുവൻ സമയം ഇറങ്ങാൻ പറ്റില്ല. എന്നാലും അടുത്ത സമയത്ത് ഈ ഒരു കാര്യത്തിനകത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതിന് താമസിയാതെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തിക്കണം. അതിനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ഇതിനകത്ത് ആ ഒരു നല്ലൊരു പ്രോഡക്റ്റിന്റെ റിസൾട്ട് കിട്ടിയതിന് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സീനിയേഴ്സിന് എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു കുര്യൻ സാർ. എന്തായാലും ഒരുപാട് തിരക്കുള്ള ഒരു കോൺട്രാക്ടറാണ് പ്രിയപ്പെട്ട കുര്യൻ സാറ്. തീർച്ചയായിട്ടും സാറിന് അല്ലെ, സാറിന് കിട്ടിയ റിസൾട്ടുകൾ പറയാൻ കാണിച്ച മനസ്സിനാണ് ഏറ്റവും പ്രാധാന്യം. തീർച്ചയായിട്ടും നമുക്ക് പൂവ് അല്ലെ, ഒരു ചെടിക്ക് പൂവ് ഉണ്ടാവുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ശരിക്കും പറഞ്ഞു നിരവധി വീടുകളിലുണ്ട് ശരിക്കും അല്ലെ, പൂക്കളുണ്ട്. പക്ഷെ അതൊക്കെ 1000-ഓളം ഇതളുള്ളൊരു പൂവ് നമുക്ക് അല്ലെ ശരിക്കും അറിയില്ലാത്തൊരു കാര്യം. നമ്മുടെ ഭൂവസ്ത്രയും ഗ്രോ മാജിക്കും കൂടെ ഉപയോഗിച്ചപ്പോൾ കിട്ടാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളോട് പറയാൻ വന്ന നമ്മുടെ കുര്യൻ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് കൊരട്ടി സ്വദേശിയായ ബഹുമാനപ്പെട്ട ജെയ്സൺ സാറ്, നെല്ലിനൊക്കെ ഒരുപാട് കൃഷിക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് നമുക്ക് വളരെ സ്നേഹത്തോടെ ജെയ്സൺ സാറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി. സാർ പ്ലീസ്. നമസ്കാരം സാറേ, കേൾക്കാവോ? കേൾക്കാം നന്നായിട്ട് കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വന്നിട്ട് ആദ്യമായി ഞാൻ എന്റെ കൃഷിയിൽ പരീക്ഷിച്ചത് പയറിനാണ്. പയറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മണിപ്പയറാണ്. അതായത് കോടാലിപ്പയർ നമ്മുടെ ചാലക്കുടി ഏരിയയിൽ അറിയപ്പെടുന്ന കോടാലിപ്പയർ, അതായത് ശരിക്കും പൊളിപ്പയർ എന്ന് പറയും, മണി കിട്ടാവുന്ന രീതിയിൽ. അത് സാധാരണ ഞാൻ കൃഷി ചെയ്യാറുള്ളതാണ്. നല്ല അത്യാവശ്യം വിളവ് കിട്ടാറുണ്ട്. പക്ഷെ ദൈർഘ്യം വളരെ കുറച്ചാണ് കിട്ടാറുള്ളൂ. 1 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ എനിക്ക് വിളവ് കിട്ടാറുള്ളൂ. ഞാൻ ആദ്യമായിട്ട് അതിൽ പരീക്ഷിച്ചത് ഗ്രോ മാജിക്കും ഒലിഫും MI സ്പ്രേയും കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു. 2 ml ഒലിഫും 2 ml അല്ല 1 ഗ്രാം ഗ്രോ മാജിക്കും പിന്നെ MI സ്പ്രേ 1/2 ml. അങ്ങനെ 20 ലിറ്ററിന്റെ സ്പ്രേയറിലാണ് ചെയ്യാറ്. അപ്പൊ അതൊരു 15 ദിവസം ഒരു സ്പ്രേ കൊടുത്ത് കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ നല്ല വ്യത്യാസം വന്നു. നല്ല പച്ചപ്പും നല്ല പൂവിടലൊക്കെ നല്ല വ്യത്യാസം വന്നു. കൊല കുത്തി പൂക്കാനൊക്കെ തുടങ്ങി. അതൊരു 15 ദിവസം കൂടുമ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി.
നല്ല വലുപ്പത്തിലുള്ള കായകൾ കിട്ടി തുടങ്ങി. അതെന്ന് വെച്ചാൽ മണിപ്പയർ നല്ല വലുപ്പവും കാണാൻ നല്ല ഐശ്വര്യമായിട്ട്, എന്താ പറയാ, പഴുത്ത് തുടുത്ത് മണിയൊക്കെ നന്നായിട്ട് വീറി നല്ല സ്റ്റൈലിൽ വന്നിരുന്നു. സാധാരണ എനിക്കത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മാസം ഈൽഡ് കിട്ടാറുള്ളൂ. ഇതൊരു 3 മാസത്തോളം എനിക്ക്, ഞാനൊരു 15 ദിവസം കൂടുമ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 3 മാസത്തോളം എനിക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റി. മുമ്പിട്ടതിൻ്റെലും ഒരു 25% കൂടുതൽ വിളവ് കിട്ടാൻ എനിക്ക് സാധിച്ചു. അതിൽ പയറിനുണ്ടായ ഇത്, മറ്റേ ബൂസ്റ്ററൊന്നും കൊടുത്തില്ല. പിന്നെ ഞാൻ ചെയ്തത് നെൽകൃഷി സാധാരണ ഒരു മണൽപ്പാടാണ്. അവിടെ ഒരു 2 ഏക്കർ പാടമുണ്ട്, നമ്മുടെ സ്വന്തം സ്ഥലമാണ്. അപ്പൊ അവിടെ സാധാരണ കൃഷി ചെയ്യാറുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞാൽ എനിക്കൊരു 2 ടണ്ണ് മാക്സിമം 2-2.5 ടണ്ണാണ് ഈ 2 ഏക്കറിൽ നിന്ന് എനിക്ക് കിട്ടാറുള്ളൂ. മണൽ ഭൂമിയാണ് സ്ഥലം. അപ്പൊ ഈ തവണ ഞാൻ എന്ത് ചെയ്തു, ഒരു 10 പാക്കറ്റ് ഭൂവസ്ത്രം ഇട്ടു. ഭൂവസ്ത്രം മാത്രം, അതായത് കണ്ടം ഉഴുതിപ്പോ ട്രാക്ടർ ഉഴുതിപ്പോ 10 പാക്കറ്റും 4 കണ്ടങ്ങളായിട്ടാണ് 2 ഏക്കർ സ്ഥലം. അങ്ങനെ അതിലിട്ടു. പൂട്ടി വിതയായിരുന്നു, നെല്ല് വിതയായിരുന്നു. വിതച്ച് ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ ഗ്രോമാജിക്കും പിന്നെ കീടനാശിനിയും MI സ്പ്രേയും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു. പക്ഷെ അത് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഡ്രോണിലാണ് അത് മരുന്ന് തെളിച്ചത്. മരുന്ന് തെളിക്കുമ്പോൾ ഡ്രോണിൽ മരുന്ന് തെളിക്കുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു 100 ലിറ്ററിലേക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരതൊരു 10 ലിറ്ററിലേക്ക് ആക്കി കുറയ്ക്കും. അങ്ങനെയാണ് അവര് സ്പ്രേ ചെയ്യുന്നത്. അത് മൈന്യൂട്ട് ആയിട്ടുള്ള ഡ്രോണിൽ സ്പ്രേ വരുന്നത്. ആദ്യത്തെ ഇത് നല്ല റിസൾട്ട് കിട്ടി, നല്ലതായിരുന്നു. രണ്ടാമത്തെ റിസൾട്ടിൽ എനിക്ക് ഡ്രോണിൽ ചെയ്തപ്പോ തണ്ടുതുരപ്പിന്റെ നേരിയൊരു ശല്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ മരുന്നിന്റെ അളവ് കുറച്ചു. കീടനാശിനി അധികം കൂട്ടം ചേർത്തില്ല. ഒരു കീടനാശിനി മാത്രമേ ചേർത്തുള്ളൂ, കുമിൾനാശിനിയും ചേർത്തില്ല. ഞാൻ ആദ്യത്തെ റിസൾട്ട് കണ്ട ഇപ്പൊ നല്ല രീതിയിൽ വരും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ അത് മരുന്ന് കുറച്ചു. അങ്ങനെ ഒരു തണ്ടുതുറപ്പന്റെ ഒരു നേരിയ വിഷയം വന്നു. അല്ലെങ്കിൽ എനിക്ക് നല്ല വിളവ് കിട്ടേണ്ടതായിരുന്നു. ഒരു 4 ടണ്ണോളത്തോളം എന്നാലും വിളവ് കിട്ടി. അതിന് കഴിഞ്ഞ വർഷത്തെ ഇരട്ടി വിളവ് കിട്ടി. നെല്ലിന് 4 ടണ്ണോളത്തോളം കിട്ടി 2 ഏക്കറിൽ നിന്ന്. അതല്ലെങ്കിൽ ഒരു 6 ടണ്ണ് കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അത് ഡ്രോണിൽ അടിക്കുന്നതുകൊണ്ട് തണ്ടുതുറപ്പിന് ഇത്ര അത്രയ്ക്ക് ഏൽക്കില്ല. ശരിക്കും ഡ്രോണിൽ അടിക്കുമ്പോൾ കൂമ്പിക്കോടെ ശരിക്കും ഇറങ്ങിയാൽ മാത്രമാണ് തണ്ടുതുറപ്പം പുഴുണ്ടെങ്കിൽ അത് പോവുള്ളൂ. ഇപ്പൊ ഡ്രോണിൽ ഇത്ര ഹൈറ്റിൽ അടിക്കുമ്പോൾ അത് ശരിക്കും അതിനകത്ത് മൊത്തമായിട്ട് സ്പ്രേ ആവുള്ളൂ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. അങ്ങനെ നല്ല വിളവ് കിട്ടി, എന്നാലും നെല്ലിന് നല്ലൊരു വിളവ് കിട്ടി. പിന്നെ ഞാൻ ചെയ്തത് കപ്പ നടുമ്പോ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഹിറ്റാച്ചിക്കാണ് വാരം മാടി കഴിഞ്ഞ് കഴിയുമ്പോ സാറെ കേൾക്കാമല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഹിറ്റാച്ചിക്ക് വാരം മാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കപ്പ നടന്ന സാധാരണ അങ്ങനെ നട്ടു പോവാറ്, ഒന്നും ചെയ്യാറില്ല. എന്തെങ്കിലും മരുന്നുവെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ നട്ടു പോവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അകലം കണ്ടിട്ട് ഞാൻ തൂമ്പയ്ക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഭൂവസ്ത്രയും ഗ്രോമാജി കൂടി മിക്സ് ചെയ്തത് കുറേശ്ശെ ഒരു 20 ഗ്രാം കഷ്ടി വിടാവുന്ന രീതിയിൽ അതിൽ വയ്ക്കും. പിന്നെ ഞാൻ കപ്പത്തണ്ട് നമ്മുടെ ഗ്രോമാജിക്കിൽ മുക്കിയിട്ടാണ് നട്ടേക്കുന്നത്. ഇപ്പൊ അടുത്ത ആഴ്ച അതിന്റെ വിളവെടുക്കാറായിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറിച്ചു നോക്കിയില്ല. അത്യാവശ്യം തെരഞ്ഞു നോക്കിയപ്പോ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. എന്തായാലും അടുത്ത ആഴ്ച അതിന്റെ വിളവെടുപ്പാണ്. അപ്പൊ അതിന്റെ ഞാൻ കാര്യം ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ പറയാം. അങ്ങനെ അതിന് കൊടുത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കപ്പ. പിന്നുള്ളത് ഞാൻ കൃഷി ചെയ്തത് വാഴയ്ക്കാണ്. വാഴയ്ക്ക് കഴിഞ്ഞോടെ ഞാൻ ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തുള്ളൂ വാഴയ്ക്ക് നല്ല വേരും എല്ലാം വന്നിരുന്നു. പിന്നെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അതും നല്ല റിസൾട്ട് ഉണ്ട്. അത് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് അതിന്റെ സാറേ ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തോ. ഹലോ, വീഡിയോ ഒന്ന് ഓഫ് ചെയ്തോ. വീഡിയോ ഓഫ് ചെയ്തോ, ഒന്ന് സംസാരിച്ചോ. അപ്പൊ അതുകൊണ്ട് ആ 2 ടൈം കൊടുത്തിരുന്നെങ്കിൽ വളരെയധികം നല്ല റിസൾട്ട് കിട്ടിയാണ്. പക്ഷെ ഞാൻ ഒരു ടൈം വസ്ത്രം കൊടുത്തുള്ളൂ. അതിന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതിലേക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടേണ്ടതായിരുന്നു. പിന്നെ ഞാൻ ജാതിക്ക് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. 2 ജാതിക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. നല്ല വലുപ്പമുള്ള കായും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ഞാൻ ഒരു 10-400 വാഴ വെച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിലായിട്ട് ചെയ്യാൻ പോകുന്നു. അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു 10-30 വാഴ വെച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇതിന് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ മറ്റു കൂടുതലുള്ള രീതിയിൽ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ വളരെ വ്യാപിച്ച് ചെയ്യാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നെൽകൃഷിക്ക് ഇനിയിപ്പോ അടുത്ത തവണ നിലം ഒരുക്കാൻ പോവാണ്. അടുത്ത മാസത്തോടുകൂടി നിലം ഒരുക്കും. മഴയുടെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തവണ വ്യാപകമായിട്ട് ചെയ്യുന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നു. ഓക്കെ, ഇത്രയൊക്കെയുള്ള എന്റെ റിസൾട്ട് സാറേ. ഓക്കെ, താങ്ക് യു.
ഓക്കെ, താങ്ക് യു ജെയ്സൺ സാർ. സാറിന്റെ വിലപ്പെട്ട റിസൾട്ടുകൾ നമ്മളിലേക്ക് എത്തിച്ചതിന് പ്രത്യേക കയ്യടി എല്ലാവരും കൊടുക്കുക. സാറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് നമുക്ക് കോതമംഗലം സ്വദേശിയായ സീതാ മാഡത്തിന് കുറച്ച് റിസൾട്ടുകൾ ഉണ്ട്. മഞ്ഞളിനും കുരുമുളകിനൊക്കെ കിട്ടിയ റിസൾട്ടുകൾ നമ്മളിലേക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. സീതാ മാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നമസ്കാരം. ഞാനിവിടെ മഞ്ഞൾ നട്ടെന്ന് വെച്ചാൽ ഒരു 9 മരം മഞ്ഞളാണ് നട്ടത്. അപ്പൊ നമ്മള് ഗ്രോമാറ്റിക്കും MI സ്പ്രേയും ഭൂവസ്ത്രയാണ് ഉപയോഗിച്ചത്. ഭൂവസ്ത്രയും പൊടിമണ്ണും കൂടി കലർത്തി ഞാൻ ഓരോ നുള്ളാണ് ഓരോ കുഴിയിലിട്ട് മഞ്ഞൾ നട്ടത്. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രോമാറ്റിക് ഒരു ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തില് 0.5 മില്ലി വീതം MI സ്പ്രേയും കലർത്തി അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ മഞ്ഞൾ പറിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വിളവ് കിട്ടി. 100% തന്നെ നല്ല വിളവ് ഉണ്ടായിരുന്നു. മഞ്ഞള് 9 വാരത്തില് എനിക്ക് 45 കിലോ മഞ്ഞള് പച്ചമഞ്ഞൾ കൊടുക്കാനും 10 കിലോ മഞ്ഞൾ പൊടിച്ച് പൊടി കൊടുക്കാനും സാധിച്ചു. അങ്ങനെ കൂടുതൽ കൃഷി ചെയ്യാൻ കൂടുതൽ വിളവ് കിട്ടി മഞ്ഞളിന്. അതുപോലെ തന്നെ കുരുമുളകിനും ഈ ഭൂവസ്ത്ര ഉപയോഗിച്ചിരുന്നു. കുരുമുളക് വർഷങ്ങളായിട്ട് ഞാൻ നട്ട് എല്ലാ വർഷവും തന്നെ 1.5 വർഷങ്ങളിൽ കായ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഭൂവസ്ത്ര പിന്നെ ഇതുപോലെ ഗ്രോമാറ്റിക്കും MI സ്പ്രേയും കലക്കി 15 ദിവസം കലക്കി വെച്ചു. ഈ പ്രാവശ്യം കുരുമുളകാണെങ്കിൽ തിരി നട്ടാലെങ്കിൽ ഓരോ തിരി വലിയ തിരിയായിരിക്കും. പക്ഷെ അവിടെ ഓരോ ഉണ്ടാകാറുള്ളൂ. ഈ പ്രാവശ്യം കുരുമുളക് തിരി നിറച്ച് കുരുമുളക് തിങ്ങി നടന്നുണ്ടാകുകയും അതുപോലെ ഈ മഞ്ഞളും കുരുമുളകും ഞാൻ കുരുമുളക് ഉപയോഗത്തിൽ കൊണ്ടുപോയി എല്ലാവരെയും കാണിച്ചിരുന്നു. അതുപോലെ നല്ല വിളവെടുപ്പിച്ച് ഈ മഞ്ഞൾ പൊടിച്ചിട്ടാണെങ്കിലും എല്ലാവരും തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ മഞ്ഞൾ പൊടിച്ചിട്ട് പെട്ടെന്ന് തന്നെ തീർന്നു എല്ലാവരും. പക്ഷേ വേണ്ട പൊടിയൊക്കെ വാങ്ങിക്കൊണ്ടുപോയി എനിക്ക് കുറച്ചൊക്കെ ഇരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നല്ല ചെലവുണ്ടായിരുന്നു. കുരുമുളകാണെങ്കിലും നല്ല രീതിയിൽ കുരുമുളക് കാശി, അതായത് ഒരു 3 വർഷങ്ങളായി നിൽക്കുമായിരുന്നു. അധികം കാര്യങ്ങളുണ്ടാവില്ല. വെള്ളത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ ഭൂവസ്ത്രയും MI സ്പ്രേയും ഗ്രോമാറ്റിക്കാണ് അതിന് ഉപയോഗിച്ചത്. അപ്പോൾ നല്ല വിളവ് കിട്ടി. പിന്നെ ഒരു തെങ്ങ് അവിടെ ഇവിടെ ഓരോ തെങ്ങൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഞാനൊന്നും ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചേർക്കാൻ പറ്റില്ല. അപ്പൊ അത് വെട്ടി കളയാൻ ഉദ്ദേശിച്ചു. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഇതിന് ഈ കുരുമുളകിന് ഇതിനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ കുറച്ച് ഈ തെങ്ങിന് ചോട്ടിലും നമ്മൾ ഭൂവസ്ത്രയും ഗ്രോമാറ്റിക്കും MI സ്പ്രേയും കൂടി ചോട്ടിൽ അടിച്ചിരുന്നു. ഈ പ്രാവശ്യം ചുറ്റും തേങ്ങ അതുകൊണ്ട് എല്ലാവരും പറയും അയ്യ ചേച്ചി അതിലേക്ക് കളയുടെ അതിന് മേലിൽ നേര സമയത്ത് തേങ്ങ ചെയ്യാം തേങ്ങ ഉണ്ടായിക്കില്ല. തേങ്ങ ഭയങ്കര തന്നെയല്ലേ അരിയും. അതുപോലെ ഞാൻ കപ്പ 25 കപ്പ ഞാൻ നട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 125 കിലോ കപ്പ കടയിൽ കൊടുക്കാൻ സാധിച്ചു. പിന്നെ എന്റെ സ്വന്തക്കാർക്ക് എല്ലാവർക്കും കപ്പ കൊടുക്കാനായിട്ട് അങ്ങനെ നല്ല വിളവ് എനിക്ക് നമ്മുടെ ശരിക്കും തിരിയുന്നില്ല. MI സ്പ്രേ ഉപയോഗിച്ച് കിട്ടി. പിന്നെ ചേന, കാച്ചില്, ചേമ്പ്, ചെറിയ ഉണ്ടാക്കാൻ പറ്റുന്ന മാത്രമാണ്. അതുപോലെ നല്ല വിളവെടുക്കുന്നു. നല്ല രീതിയിൽ ഞാൻ ഹലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ശരിയായി. അതായത് വേറെ ഫോൺ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? കുറച്ച് ഞങ്ങൾ ക്ലിയർ ആയില്ല. എന്തായാലും മഞ്ഞൾ